തൊടുപുഴ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചതിൽ പരസ്പരം പഴിചാരി പൊതുമരാമത്ത് വകുപ്പും തൊടുപുഴ നഗരസഭയും. തൊടുപുഴ നഗരസഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് PWD റിപ്പോർട്ട് പുറത്തുവന്നത്. ഓട വൃത്തിയാക്കാൻ സ്ലാബ് നീക്കിയപ്പോഴാണ് കുഴിയുണ്ടായത്. കുഴി മൂടാനോ സ്ലാബ് പുനഃസ്ഥാപിക്കാനോ അധികൃതർ തയ്യാറായില്ല എന്നും പരാതി ലഭിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ PWD തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നഗരസഭ പറയുന്നു. അപകടമുണ്ടാക്കിയ മുതലക്കോടത്തെ കലുങ്ക് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നുവെന്നും നഗരസഭാ കൗൺസിലർ AM ഹാരിദ് പറഞ്ഞു. ഇത് അവിടെ ഒരു കലിംഗ് ഉണ്ടായിരുന്നു നേരത്തെ. അത് ഏതോ കാലത്ത് വണ്ടി ഇടിച്ച് ആ കലിംഗ് മറിഞ്ഞ് ഓടയിൽ ഇറക്കുമായിരുന്നു. എല്ലാ വർഷകാലത്തും ഈ പ്രദേശത്ത് ഈ കടകളിൽ വെള്ളം കയറും. അവർ പറഞ്ഞത് ഇത് ഓട ക്ലീൻ ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി ഡ്യൂട്ടിയാണ്, പക്ഷേ ഈ സ്ലാബ് മാറ്റേണ്ടത് ഞങ്ങളല്ല നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവർ യാതൊരു റെസ്പോണ്ടും ചെയ്തിട്ടില്ല. PWD കൈകഴിയിൽ നടക്കില്ല. ഇവിടുത്തെ ആളുകളൊക്കെ ഇതിൽ ബോധ്യവാനമാണ്. ഉദ്യോഗസ്ഥന്മാർ കാലാകാലങ്ങൾ മാറി മാറി വരും. ഞങ്ങൾ പല തവണ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, മുൻ കൗൺസിലർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം നേരിട്ട് നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ചിലവിൽ ഈ ഇവിടെ സ്ലാബ് വാർത്തിയിടാമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് സമ്മതിച്ചിട്ടില്ല. അതിന് രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആൽവിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, എന്തായാലും രണ്ടുപേരും, അത് PWD ആകട്ടെ നഗരസഭയാകട്ടെ, രണ്ടുപേരും പരസ്പരം പഴിചാരുന്നു. എന്തായാലും ഒരു യുവാവിന്റെ ജീവൻ നഷ്ടമായി. അതാണ് രുചീഷ, ഒരു ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഈ അനാസ്ഥയുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പും നഗരസഭയും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് UDF പ്രവർത്തകർ വലിയ തോതിലുള്ള പ്രക്ഷോഭവും സമരപരിപാടികളൊക്കെ ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഓഫീസിലേക്ക് നടത്തിയിരുന്നു. അതേ തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് സമർപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമായാണ് ഇതിൽ നഗരസഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കലിങ്ക് അത് വൃത്തിയാക്കേണ്ടത് നഗരസഭയാണ്, അവിടെ ഉണ്ടായിരുന്ന കുഴി വൃത്തിയാക്കേണ്ടത് നഗരസഭയാണ്. അത്തരത്തിൽ നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടിൽ നഗരസഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നഗരസഭ അധികൃതർ ഇപ്പോൾ പുറത്തു വന്ന് പറയുന്നത് അത് PWD ആണ് അത്തരം പ്രവർത്തികൾ ചെയ്യേണ്ടത്. അവിടെ മുമ്പുണ്ടായിരുന്ന കലിങ്ക് വാഹനം തട്ടിയതിനെ തുടർന്ന് അതിൻ്റെ വലിയ സ്ലാബുകൾ അത് ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുകയും അവിടെ റോഡിൽ വീണ സ്ലാബ് അവിടെ നിന്ന് എടുത്തു മാറ്റി റോഡിൻ്റെ സൈഡിലേക്ക്, കലിങ്ങിൻ്റെ സൈഡിലേക്ക് എടുത്തു മാറ്റി എന്നത് മാത്രമാണ് നഗരസഭ ചെയ്തിട്ടുള്ളത്. മറ്റ് പ്രവർത്തികൾ ചെയ്യേണ്ടത് PWD ആണ്. PWDയുടെ വർക്കിൽ നഗരസഭയ്ക്ക് കൈകടത്താനാവില്ല എന്നുള്ളതാണ് നഗരസഭ അധികൃതർ പറയുന്നത്. തൊട്ടടുത്തുള്ള കെട്ടിടത്തിൻ്റെ ഉടമയുൾപ്പെടെ നേരത്തെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയുകയുണ്ടായി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് നഗരസഭ ഇടപെട്ടതെന്നും ഇപ്പോൾ മുൻ ചെയർമാൻ കൂടിയായ AM ഹാരിദ് ഇപ്പോൾ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതും അതുതന്നെയാണ്. ഇതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലുള്ള പരാതി രേഖാമൂലം പൊതുമരാമത്ത് വകുപ്പിന് നൽകിയിട്ടുണ്ട്. ആ രേഖകൾ നഗരസഭയുടെ പക്കലുണ്ട്. ആ രേഖകൾ അടിസ്ഥാനമാക്കിയാവും തുടർന്നുള്ള നീക്കങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ നഗരസഭ വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമ നടപടികളാണെങ്കിൽ അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോകും എന്നുള്ളതും ഇപ്പോൾ നഗരസഭ വ്യക്തമാക്കുന്നു. അതേസമയം PWDയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അത് നഗരസഭയാണ് ഈ കലിങ്ക് നിർമ്മാണം പൂർത്തിയാക്കാത്തതും അല്ലെങ്കിൽ അതിൽ വൃത്തിയാക്കാത്തതും എന്നുള്ള ഒരു പഴിചാരലാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഇതിൽ ഉണ്ടാകുന്ന നിയമക്കുരുക്കുകൾ എന്താവും എന്നുള്ളതാണ് ഇനിയും നമുക്ക് കണ്ടറിയേണ്ടത്. ഏതായാലും ഒരു യുവാവിൻ്റെ ജീവൻ ഇന്നലെ ദാരുണമായി പോയ ഒരു സാഹചര്യവും നിലവിലുണ്ട്. ശരി ആൽവിൻ, ഇനിയെങ്കിലും ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം നഗരസഭയൊക്കെ ഉയർത്തിയെങ്കിൽ കൂടി പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗമായുള്ള റിപ്പോർട്ട് നഗരസഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്.